ബൈബിൾ തിരുത്തിയതാണ് എന്ന വാദം ഉന്നയിക്കുന്ന ഓരോ ഇസ്ലാമിക വിശ്വാസികളോടും എം അക്ബറും സക്കീർ നായിക്കും അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കളോടും ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാനുള്ളത്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഖുറാൻ നിന്ദയാണ്, പ്രവാചക നിന്ദയാണ്, അള്ളാഹു നിന്ദയാണ്. വെറുതെ പറയുകയില്ല, കൃത്യമായി നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഖുറാനിൽ നിന്നുകൊണ്ട് തെളിവ് തരാം. ഇവിടെ ഒരു ചോദ്യപേപ്പറിൻ്റെ പേരിൽ ജോസഫ് മാഷിനുണ്ടായ ദുരനുഭവം ഒരു മലയാളിയും മറന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ജോസഫ് മാഷ് നിന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളത് ചെയ്തത്. അങ്ങനെയെങ്കിൽ ബൈബിൾ തിരുത്തിയതാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട്, പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട്, ആരോപണം അഴിച്ചുവിട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഇത്തരം ഇസ്ലാമിക നേതാക്കൾ നടത്തുന്നതും ഖുറാൻ നിന്നയും പ്രവാചക നിന്നയും അള്ളാഹു നിന്നയുമല്ലേ? വെറുതെ ചോദിക്കുകയല്ല, പ്രമാണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരാം. ഇതാ കേട്ടുകൊള്ളുക. നിന്നെ എങ്ങനെ അവർ വിധികർത്താവാകും? അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ അടുത്ത് യഹൂദികൾ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൗറാത്തില്ലേ, നിങ്ങൾ എന്തിന് എന്നെ സമീപിക്കുന്നുവെന്ന്. ഖുറാൻ 5-ാം അധ്യായത്തിന് 44-ാമത്തെ വാക്യമനുസരിച്ച് അള്ളാഹു പറയുകയാണ്, നാമാണ് തൗറാത്ത് നൽകിയത്. താഴേക്ക് വരുമ്പോൾ അത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഡീറ്റെയിലും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻടാക്റ്റായ ഒരു തൗറാത്ത് അവിടെയുണ്ടെന്ന് ഖുറാൻ പറയുന്നു. ഇതിന് വിരുദ്ധമായ നിലപാടാണ് എം അക്ബറും സക്കീർ നായിക്കും അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ചോദിക്കുന്നത്, പ്രവാചക നിന്നയല്ലേ ഇത്, ഖുറാൻ നിന്നയല്ലേ? അങ്ങനെയെങ്കിൽ ജോസഫ് മാഷിനും ഈ ഇസ്ലാമിക നേതാക്കൾക്കും രണ്ട് നീതിയാണോ നിങ്ങൾ നടപ്പിലാക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഇവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല? ഇനി നോക്കിക്കോ, 5-ാം അധ്യായത്തിന് 46. അവർക്ക് ഇഞ്ചീലുണ്ട്, അവർ ഇഞ്ചീലനുസരിച്ച് ജീവിക്കട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഖുറാൻ, തൗറാത്തും ഇഞ്ചീലും ഞാനാണ് നൽകിയത്, മുൻ വേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് നിനക്ക് ചില കൽപ്പനകളും നാം നൽകിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനവും അള്ളാഹു തന്നെയല്ലേ നടത്തുന്നത്? 41-ാം അധ്യായത്തിന് 43, സൂറ 41 ആയത്ത് 43. അതിൽ പറയുകയാണ്, പുതിയതായിട്ടൊന്നും നിനക്ക് ഞാൻ നൽകിയിട്ടില്ല, മുൻ വേദങ്ങളിൽ പറഞ്ഞതല്ലാത്തതൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ ഖുറാൻ 3-ന്റെ 3-ഉം 41-ന്റെ 43-ഉം ഒക്കെ പറയുന്നത് മുൻ വേദങ്ങൾ ഇൻഡാക്റ്റായിട്ട് അവിടെ ഉണ്ടെന്നാണ്. ഇനി 38-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഖുറാനെയോ ഇസ്ലാമിനെയോ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നത്, ഖുറേഷികൾ പറയുകയാണ്, ക്രിസ്ത്യാനികളുടെ പുതിയ നിയമത്തിൽ നിന്നെക്കുറിച്ച് വിവരണമില്ല, ഇതിനെക്കുറിച്ച്, ഈ പുതിയ ഗ്രന്ഥത്തെക്കുറിച്ച് ഒരു വിവരണവുമില്ല. അതായത് മുൻവേദങ്ങളിൽ പറയപ്പെടാത്തതായി ഒന്നും നിനക്ക് നൽകിയിട്ടില്ല എന്ന 41-ന്റെ 43-നെ 38-ന്റെ 7 ശരിവെക്കുന്നു. മുൻവേദങ്ങളിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇസ്ലാമിക നേതാക്കൾ അപ്പോൾ ഇത്തരം കള്ളപ്രചരണം അഴിച്ചുവിടുന്നു? എന്നിട്ട് അവരുടെ പേരിൽ എന്തുകൊണ്ട് നിങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇനി വീണ്ടും 3-ാം അധ്യായത്തിന് 55, നിങ്ങൾ തമ്മിൽ ഭിന്നിക്കുന്ന കാര്യത്തിൽ ഈസായെക്കുറിച്ച് നിങ്ങൾക്ക് ഭിന്നിപ്പുണ്ട്, ഞാനത് അവസാനം തീർത്തു കൊള്ളാം, ഇപ്പോൾ നിങ്ങളത് തീർക്കണ്ട എന്നാണ് പഠിപ്പിക്കുന്നത്. 3-ന്റെ 55. 5-ാം അധ്യായത്തിൻ്റെ 48, ഓരോ സമുദായത്തിനും ഓരോ കർമ്മമാർഗവും നിയമവുമുണ്ട്. ഇതാണ് ഖുറാൻ പറയുന്നത്. ഒറ്റ സമുദായമാക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അടിവരയിട്ട് അള്ളാഹു പറയുകയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെ മറ്റു മതങ്ങളെ തിരുത്തിയതാണെന്ന് വാദം ഉന്നയിക്കും? ഈ വാദം ഉന്നയിക്കുന്നവർക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധ ശബ്ദമുയർത്തുന്നില്ല? അതാണ് ചോദിച്ചത്. ജോസഫ് മാഷിനും ഈ എം അക്ബറും സക്കീർ നായിക്കും അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കൾക്ക് രണ്ട് നിയമമല്ലേ നിങ്ങൾ നടപ്പിലാക്കുന്നത്? രണ്ട് നീതിയല്ലേ നിങ്ങൾ നടപ്പിലാക്കുന്നത്? മനസാക്ഷി മറവിക്കാത്തതായി ആരും നിങ്ങളുടെ ഇടയിൽ ഇല്ലേ അപ്പോൾ? ഇനി വീണ്ടും 6-ാം അധ്യായത്തിൻ്റെ 115-ഉം 18-ാം അധ്യായത്തിൻ്റെ 27 പ്രകാരവും അള്ളാഹു നൽകിയ ഒരു പ്രമാണവും ആർക്കും തിരുത്താൻ പറ്റില്ല. ഇതൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെക്കുന്നു നിങ്ങളുടെ സാധാരണ വിശ്വാസികളുടെ ഇടയിൽ നിന്ന്? 6-ന്റെ 115-ഉം 18-ാം അധ്യായത്തിന് 27-ാമത്തെ വാക്യവും ഇവിടെ എം അക്ബറും സക്കീർ നായിക്കും ഒരിക്കലും വാക്യങ്ങളോ കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ടല്ല പറയുക. അവർ ചുമ്മാ ഇങ്ങനെ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിലല്ലേ സംസാരിക്കുന്നത്. ഇവിടെ കൃത്യമായ നിങ്ങളുടെ പ്രമാണങ്ങളുടെ സൂറയും ആയത്തും പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രമാണങ്ങൾ, വചനങ്ങൾ, വേദങ്ങൾ 6-ന്റെ 115, 18-ന്റെ 27
ആർക്കും തിരുത്താൻ പറ്റില്ല. പിന്നെ തിരുത്തി എന്ന് പറയുന്നവർ നടത്തുന്ന നിന്നയല്ലേ. 17-ാം അധ്യായത്തിന് 101 വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. മോശയും ഫറോവയും തമ്മിലുള്ളതായ സംഭാഷണത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തെങ്കിലും, ഖുറൈശികളോട് പറയുകയാണ്, നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇസ്രായേൽ സന്തതികളോട് ചോദിക്കുക. ഇസ്രായേൽ സന്തതികളുടെ അടുത്ത് തൗറാത്തുണ്ട്. തൗറാത്തിൽ മോശയുടെയും ഫറോവയുടെയും കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതാണ് പഠിപ്പിക്കുന്നത്. 10-94, 16-43, 21-7 വേദക്കാരോട് ചോദിക്കുക എന്ന് നിങ്ങൾക്ക് കൽപ്പനയുണ്ട്. വേദക്കാർക്ക് വേദമുണ്ട്. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അപ്പം വേദം തിരുത്തിയിട്ടില്ല. 10-94, 16-43, 21-7 MM അക്ബറിനും സക്കീർ നായിക്കിനെ പോലെയുള്ളവർക്കെതിരെ സാക്ഷ്യം പറയുന്നു. ഈ ഖുറാൻ വാക്യങ്ങളെല്ലാം MM അക്ബറിനും സക്കീർ നായിക്കും അടങ്ങുന്ന ക്രിസ്ത്യൻ വിമർശകരായ എല്ലാ മുഹമ്മദിയർക്കെതിരെയും സാക്ഷ്യം പറയുകയാണ്. അതെന്താണ് നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യാത്തത്? ഇനി 22-ാം അധ്യായത്തിന് 40-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. അവിടെ സന്യാസി മഠങ്ങളുണ്ട്, സിനഗോഗുകളുണ്ട്, പള്ളികളുണ്ട്. എന്നിട്ട് ബൈബിൾ തിരുത്തിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരെ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പും ഇരട്ട നീതിയും എന്തുകൊണ്ട് മറ്റുള്ളവർ സഹിക്കണം? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരെ പ്രവാചകൻ നിന്നേക്ക് കേസ് കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന അത്യുത്സാഹം എന്തുകൊണ്ട് ഇത്തരക്കാരുടെ നേരെ നിങ്ങൾ കാണിക്കുന്നില്ല? 5-82 നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും നല്ലതും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്ത്യാനികൾ പുതിയ നിയമത്തിൽ ഇഞ്ചീലിൽ വിശ്വസിക്കുന്നവരാണ്. ഇത്രയും തെളിവുകൾ മതിയാകുമെന്ന് കരുതുകയാണ്. എത്ര ആയത്തുകളായി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു ബൈബിൾ തിരുത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവായിട്ട്. ഇനി ഈ തിരുത്തലുമായി ബന്ധപ്പെട്ട് ഖുറാനിലൊരു വാക്യം, ഏതെങ്കിലും വാക്യമുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരിടത്ത് തിരുത്തിയില്ലെന്നും വേറൊരിടത്ത് ഇരുത്തിയെന്നും പറയുന്ന സ്ഥിരതയില്ലാത്തൊരു ഗ്രന്ഥമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ MM അക്ബർ പറയുന്നത് ശരിയാണെങ്കിൽ ബൈബിൾ തിരുത്തിയതാണ് എന്ന് MM അക്ബറിൻ്റെ വാദം, സക്കീർ നായിക്കിൻ്റെ വാദം, ഇസ്ലാമിക ലോകം അത്തരം വാദം ഉയർത്തുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നതെന്നറിയാമോ? ഞങ്ങളല്ല, നിങ്ങൾ പറയുന്നത് ഒരിടത്ത് തിരുത്തിയെന്നും വേറൊരിടത്ത് തിരുത്തിയില്ലെന്നും പറയുന്ന സ്ഥിരതയില്ലാത്ത ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പോൾ അത്തരമൊരു ഗ്രന്ഥത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റു മതങ്ങളെ വിമർശിക്കാൻ സാധിക്കുക? എന്തുകൊണ്ടാണ് ഈ സ്വയം നിഷേധവും വൈരുദ്ധ്യങ്ങളും ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? ഒരു 12 വയസ്സായ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട ഇസ്ലാമിക ലോകമേ, ഇത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനി നിങ്ങളോട് പറയട്ടെ, ഇവിടെ 5-ാം അധ്യായത്തിൻ്റെ 68-ഉം 62-ാം അധ്യായത്തിൻ്റെ 5-ലും എന്താ പറയുന്നതെന്നറിയാമോ? 5-ാം അധ്യായത്തിൻ്റെ 68-ഉം 62-ാം അധ്യായത്തിൻ്റെ 5-ലും പറയുന്നത് തൗറാത്തും ഇഞ്ചീലും അനുസരിച്ച് അവർ ജീവിക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. ഇവിടെ കേരളത്തിൽ പൊതുവിപണിയിൽ ലഭിക്കുന്ന ഖുറാനിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സഹോദരങ്ങൾക്ക് വേണ്ടി അതൊന്ന് വായിക്കാം. ഇതാണ് പറയുന്നത്: പറയുക വേദക്കാരെ, തൗറാത്തും ഇഞ്ചീലും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതും പരിപൂർണമായി പാലിക്കുന്നതുവരെ നിങ്ങൾക്ക് ഒരു നന്മയുമില്ല. അപ്പം MM അക്ബറിൻ്റെയും സക്കീർ നായിക്കിൻ്റെയും വീഡിയോകൾ കേട്ട് കൈയടിക്കുകയും ബൈബിൾ തിരുത്തിയതാണെന്ന് മദ്രസയിൽ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നടത്തുന്നത് അന്യമത വെറുപ്പും വിദ്വേഷവും വർഗീയതയും ഖുറാൻ നിന്നയും അള്ളാഹു നിന്നയുമാണ്. അതുകൊണ്ടാണ് ഇത് വായിച്ച് കേൾപ്പിച്ചത്. ഇത്രയും വാക്യങ്ങൾക്ക് പുറമെ ഇപ്പോൾ വായിക്കുന്നതാണ്. തൗറാത്തും ഇഞ്ചീലും പരിപൂർണമായി പാലിക്കുന്നത് വരെ നിങ്ങൾക്കൊരു നന്മയുമില്ല. ഓരോ ക്രൈസ്തവനും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ക്രിസ്തുവിനോളം നല്ല ക്രിസ്ത്യാനിയല്ല, ഞങ്ങൾ അപ്പസ്തോലന്മാരോളം നല്ല ക്രിസ്ത്യാനികളല്ല. ഈ സ്വയം വിമർശനം ഞങ്ങളും നടത്തുന്നുണ്ടെന്നേ. ഇന്ന് ക്രൈസ്തവ ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഞങ്ങൾ അപ്പസ്തോലന്മാരോളം നല്ല ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ്. ഈ വിമർശനം അള്ളാഹു ഉയർത്തുന്നുണ്ട്. അതല്ലാതെ ബൈബിൾ തിരുത്തിയതാണെന്ന് ഖുറാനിൽ പറയുന്നുണ്ട് എങ്കിൽ ഇത്രയും വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സ്വയം നിഷേധിക്കുന്ന ഗ്രന്ഥമാണെന്നുള്ള വാദമാണ് നിങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവസാനമായി ഒന്നും കൂടി പറയാം, എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദീയ സഹോദരങ്ങൾക്ക് വേണ്ടി. 5-ാം അധ്യായത്തിന് 43 അവർക്ക് തൗറാത്തുണ്ട്, അവർ തൗറാത്ത് അനുസരിച്ച് വിധിക്കട്ടെ, നീ വിധികർത്താവാകേണ്ടതില്ല.
5:44 നാമാണ് തൗറാത്ത് നൽകിയത്. 5:46 ഇഞ്ചീൽ നാമാണ് നൽകിയത്. 3:3 ഇഞ്ചീലും തൗറാത്ത് നാമാണ് നൽകിയത്. ഇനി 5-ാം അധ്യായത്തിന് 48 ഓരോ സമുദായത്തിനും ഓരോ കർമ്മക്രമവും നിയമവുമുണ്ട്. ഒന്നാക്കാൻ എനിക്ക് താല്പര്യമില്ല. 6:115, 18:27 വേദങ്ങൾ തിരുത്താൻ പറ്റില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ തിരുത്താൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായും പുതിയ നിയമമോ പഴയ നിയമമോ തിരുത്തിയിട്ടില്ലാത്തതാണെന്നും ഇൻഡാക്റ്റായിട്ട് അവിടെ ഉണ്ട് എന്നും അള്ളാഹു പഠിപ്പിക്കുമ്പോൾ അതിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന എം അക്ബറും സക്കീർ നായിക്കുമൊക്കെ നടത്തുന്ന മതനിന്ദയും പ്രവാചക നിന്ദയും അള്ളാഹു നിന്ദയും ഖുർആൻ നിന്ദയും നിങ്ങൾ എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ഓരോ മുഹമ്മദീയൻ്റെയും മനസ്സാക്ഷിയിലേക്ക് ഉയർത്തിവിട്ടുകൊണ്ട് നിർത്തട്ടെ.